കൊച്ചി മേയർ ആരെന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനം വന്നു കഴിഞ്ഞു. തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം പറയുന്നു. ദീപ്തി മേരി വർഗീസ് സ്ഥാനം ആഗ്രഹിച്ചതിൽ തെറ്റില്ല എന്നും പ്രശ്നങ്ങൾ പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യുന്നതാണ് ഉചിതമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. അല്ല, അത്തരം കാര്യങ്ങൾ ഞാൻ മാധ്യമങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് മേയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. ഷുക്കൂർ, KC പറഞ്ഞത് കേട്ടു. പക്ഷേ ഈ മിനിമോളുടെ മേയറാക്കാനുള്ള തീരുമാനത്തിലും മിനിമോളെ മേയറാക്കാനുള്ള തീരുമാനത്തിലും ദീപ്തിയെ ഒഴിവാക്കുന്ന കാര്യത്തിലും KCയുടെ പങ്കെന്താണ്? നൗഫൽ, KC വേണുഗോപാൽ പക്ഷം ഇവിടെ എറണാകുളം ജില്ലയിൽ ഒരു ന്യൂനപക്ഷമാണ്. അത് അജയ് തറയിൽ, അതുപോലെ തന്നെ MR അഭിലാഷ്, ദീപ്തി മേരി വർഗീസ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയ നേതാക്കളാണ് എറണാകുളം ജില്ലയിൽ KC ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നത്. എന്നാൽ എറണാകുളം ജില്ല ഏറെക്കുറെ വളരെ ശക്തമായി തന്നെ ഒരു സാന്നിധ്യമുള്ളത് VD സതീഷിനും അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസിനും ആണ്. അവർ ആണ് എറണാകുളം ജില്ലയിലെ പാർട്ടിയുടെ ഏറെക്കുറെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ശക്തനായ KC വേണുഗോപാലിൻ്റെ ഒരു പക്ഷത്തുള്ള ആളുകൾ എന്ന പരിഗണനയുടെ ഒരു കോൺഫിഡൻസ് സ്വാഭാവികമായും ദീപ്തി മേരി വർഗീസിനുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ജില്ലയിൽ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഭൂരിപക്ഷത്തിനെ മറികടന്ന ഒരു തീരുമാനം മേഖലയിൽ നിന്ന് ഉണ്ടാകുമോ എന്നൊരു പ്രതീക്ഷയായിരുന്നു ഒരു പരിധിവരെ ദീപ്തിയെ നയിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ അതുണ്ടായില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ വേണമെന്നുമില്ല. കാരണം ജില്ലയിലെ KC ഗ്രൂപ്പിൻ്റെ ഒരു ക്ലെയിം, ഒരു അവകാശവാദം, അത് വകവെച്ചു കൊടുക്കാൻ VD സതീശനും അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസും തയ്യാറായില്ല. അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല തങ്ങൾ പരിഗണിക്കുന്നത്. കുറച്ചുകൂടി പാർട്ടിക്ക് ചില നയങ്ങളും പരിപാടികളുണ്ട്. അത് നടപ്പാക്കാൻ പറ്റിയ ഒരാളെ, കുറച്ചുകൂടി ഭരണപരിചയമുള്ള ആളെ വെക്കുന്നു എന്ന രീതിയിലാണ് അവർ അതിനെ കണ്ടത്. ഒപ്പം തന്നെ കൂടുതൽ കൗൺസിലർമാരുടെ പിന്തുണ കൂടി അവർ പരിശോധിച്ചു. അത് ദീപ്തി മേരി വർഗീസിന് ലഭിച്ചില്ല. KC വേണുഗോപാൽ എന്ന അധികായൻ ഈ വിഷയത്തിൽ ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി വന്നത്. KC നേരിട്ട് ഇതിനകത്ത് ഇടപെടാൻ തയ്യാറായില്ല. അത് ഇവിടെയുള്ള KC ഗ്രൂപ്പിലെ അംഗങ്ങളെ കൈയൊഴിഞ്ഞു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം വന്നു. സത്യത്തിൽ അങ്ങനെയല്ല. അത് നേതാക്കൾക്കിടയിലുള്ള ഒരു ജെന്റിൽമെൻ എഗ്രിമെന്റ് പോലെയാണ്. അതായത് ജില്ലയിൽ ഒരു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവിടെ തീരുമാനിക്കട്ടെ. അത്രയും ഒരു വലിയ പ്രശ്നമായി പുറത്തേക്ക് വരുമ്പോൾ അതിൽ ഇടപെടാമെന്നുള്ളതാണ് സാധാരണ നേതാക്കൾ സ്വീകരിക്കാറ്. ആ ഒരു പരിധി കടന്നുള്ളൊരു ഇടപെടൽ ഇവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇവിടെ തന്നെ തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നലെ തന്നെ തീരുമാനം വന്ന ഉടനെ തന്നെ ദീപ്തി മേരി വർഗീസിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നു. ഇന്ന് അജയ് തറയിൽ വളരെ രൂക്ഷമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നു. അങ്ങനെ ടിനി ടോം അടക്കമുള്ള സിനിമാ പ്രവർത്തകർ ദീപ്തിയുടെ പടം ഷെയർ ചെയ്യുന്നു. അങ്ങനെ ദീപ്തിക്ക് വേണ്ടിയുള്ള ഒരു പിന്തുണ ഒരു ഭാഗത്ത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഉയരുന്നത്? പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാതെ ഇവരൊക്കെ മുന്നോട്ട് പോകാനുള്ള കാരണം എന്താണ്? നൗഫൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ഒരു സന്നാഹം തന്നെ ദീപ്തി മേരി വർഗീസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ മേയറായെന്ന രീതിയിൽ തന്നെയുള്ള പ്രചരണം പ്രധാനപ്പെട്ട ചില നേതാക്കൾ തന്നെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിന് കാരണം മഹിളാ കോൺഗ്രസിൻ്റെ ഒരു അഖിലേന്ത്യാ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന രീതിയിൽ ഒരു പോസ്റ്റർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. അത് ഈ തീരുമാനമുണ്ടാകുന്നതിന് ഒരു 3-4 ദിവസം മുൻപാണ്. അതെന്തുകൊണ്ട് ഷെയർ ചെയ്തു എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ കണ്ടല്ലോ എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ അർത്ഥത്തിൽ വലിയ തോതിലുള്ള ഒരു സാമൂഹ്യ മാധ്യമ പ്രചരണം ദീപ്തി മേരി വർഗീസിന് വേണ്ടി നടന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെയും എല്ലാം പിന്തുണക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രചരണം വന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും അത്തരമൊരു പിന്തുണ പക്ഷേ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിരുന്നില്ല. കാരണം ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നിർണായക റോൾ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം DCC പ്രസിഡന്റിനും മുഹമ്മദ് ഷിയാസിനും ഹൈബി ഈഡനും ഒക്കെ തന്നെയാണ്. അവരുടെ എല്ലാം നിലപാട് ഇതിൽ വളരെ നിർണായകമായിരുന്നു. ഹൈബി ഈഡനെല്ലാം വളരെ കണിശമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു സ്വാധീനം അവർക്ക് ജില്ലയിലെ പാർട്ടിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് കൗൺസിലർമാർക്കിടയിലും ആ ഒരു സ്വാധീനം ദീപ്തി മേരി വർഗീസിന് ഉണ്ടായിരുന്നില്ല. മറിച്ച് ദേശീയ തലത്തിൽ തന്നെ സ്വാധീനമുള്ള, അതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രബലമായ സ്വാധീനമുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ആളാണ് എന്നൊരു ശക്തി അവർക്കുണ്ടായിരുന്നെങ്കിലും അത് പക്ഷേ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായില്ല എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ ഷുക്കൂറെ, മറ്റൊരു കാര്യം, നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായൊക്കെ സംസാരിച്ചു ലീഗിന്റെ അതൃപ്തിയുടെ കാര്യം. 3 അംഗങ്ങൾ മാത്രമേ കോർപ്പറേഷൻ ഉള്ളൂ എങ്കിൽ തന്നെയും മുന്നണി മര്യാദ പാലിച്ചില്ല എന്നുള്ളതാണ് ലീഗിന്റെ ആക്ഷേപം.
ആ ആക്ഷേപത്തോട് അല്ലെങ്കിൽ ആ പരാതിയോട് കോൺഗ്രസ് പ്രതികരിക്കുന്നുണ്ടോ? നിലവിൽ ഡെപ്യൂട്ടി മേയർ പദവി വിട്ടു നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഒരു തരത്തിലുള്ള അഭിപ്രായം ഉണ്ടായിട്ടില്ല. അവർ ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു. അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗിന്റെ പരാതി. അങ്ങനെയെങ്കിൽ ഒരു ടേമെങ്കിലും ഡെപ്യൂട്ടി മേയർ പദവി അത് ഒരു െങ്കിലും കിട്ടുമോ എന്ന രീതിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ചർച്ചകൾക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അനൌദ്യോഗികമായ ചർച്ചകൾ ഇപ്പോഴും കോൺഗ്രസ് ലീഗ് നേതാക്കൾക്കിടയിൽ പുരോഗമിക്കുന്നുണ്ട്. ഒരുപക്ഷെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അടക്കമുള്ള നേതാക്കൾ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി വൈകാതെ സംസാരിക്കും. DCCയിലും മറ്റും അത് സംബന്ധിച്ച ചർച്ചകൾക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മളെ പ്രതിനിധികളെല്ലാം തന്നെ അവരെ കാത്ത് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിനോട് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം അതുപോലെ തന്നെ എറണാകുളത്തു നിന്നുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും ശക്തമായി തന്നെ ഇടപെടണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ആ അർത്ഥത്തിലുള്ള ഒരു ഇടപെടൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുണ്ടായോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെല്ലാം ഉള്ള ഒരു ജില്ലയിൽ ഇത്ര ലാഘവത്തോടു കൂടി ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നോ എന്നൊരു സംശയമുണ്ട്. തൽക്കാലം കോൺഗ്രസ് ഡെപ്യൂട്ടി മേയർ പദവി ലീഗിന് വിട്ടു നൽകാൻ ആലോചിക്കുന്നില്ല. ഇനിയും ചർച്ചകൾക്കും മറ്റും ശേഷം മാത്രമേ അത്തരമൊരു ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തൂ. ശരി, MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിനെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുന്നു. പക്ഷേ അതിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല. കാര്യങ്ങളുമായി നിലവിലുള്ള സാഹചര്യവും മുന്നോട്ട് പോകാനാണ് തീരുമാനം. എന്തായാലും കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച ചർച്ച തുടരുകയും ചെയ്യുന്നുണ്ട്.